ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. അപ്പോൾ അങ്ങനെ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഇലക്ഷൻ അങ്ങനെ ചൂട് പിടിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുള്ളത് വസായിലാണ്, അല്ലേ? അതെ വസായില് ഒരു ഉത്തമനായ ഒരു ആൾ നേതാവിനെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ BJP ഒന്നടങ്കം പറഞ്ഞൊരു നാമധേയം, അതെ, ഉത്തം കുമാർ. കഴിഞ്ഞ 20-30 വർഷമായിട്ട് താങ്കൾ വസായിലാണ്, അല്ലെ? 30 വർഷക്കാലം സ്വയം സേവകനായിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ BJPയുടെ കാൻഡിഡേറ്റാണ്. എന്ത് തോന്നുന്നു ചേട്ടാ തിരിഞ്ഞു നോക്കുമ്പോൾ? അല്ല, വസൈ പോലുള്ളൊരു സ്ഥലത്ത്, വസൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും, വലിയൊരു മാഫിയയുടെ സ്ഥലമാണിത്. ഭായ് ഠാക്കൂർ, ഹിതേന്ദ്ര ഠാക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 35 വർഷം അവരുടെ ഭരണമായിരുന്നു ഇവിടെ. MLA അവരാണ്, കോർപ്പറേഷൻ ഭരിക്കുന്ന അവരാണ്. എല്ലാ പാർട്ടികളും അവരുടെ എന്താ പറയുക സമ്മർദ്ദത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് തൃശ്ശൂർ സുരേഷ് ഗോപി സാർ ജയിച്ച പോലെ ഇവിടെ താലൂക്കിലെ 3 MLA മാരും 2 MLA ഫുൾ ഒരു താലൂക്കിലും ഒരെണ്ണത്തിൻ്റെ പകുതിയും ബോയ്സർ വസൈ നല്ലസപ്പറ ഈ 3 MLA മാരും BJPയുടെ ജയിച്ചു. അതോടുകൂടി തന്നെ ഈ മാഫിയ സംഘത്തിൻ്റെ അടിത്തറ ഇളകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇന്നിപ്പം ദേവേന്ദ്രജയുടെ മഹാസമ്മേളനമായിരുന്നു നല്ലസപ്പറ. അത് കഴിഞ്ഞാലിപ്പോൾ വരുവാണ്. അതായത് ഇന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്, മഹാനഗരപാലിക്കയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി ഭരണത്തിലേറുമെന്നുള്ളത്. ഒരു കൺഗ്രാജുലേഷൻ എക്സ്ട്രാ. ജയിക്കുന്ന ഉറപ്പാണ്. നമ്മളിതിൽ അടുത്ത ഉടനെ നമ്മൾ ആഘോഷത്തിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ മലയാളികൾ ഒരുപാടുള്ളൊരു സ്ഥലമാണല്ലോ. ഈ മലയാളിയാണ് താങ്കൾ ഇപ്പം നിൽക്കുന്നത്. എന്തൊരു ഇതാണ് മഹാരാഷ്ട്ര ഇത് തമ്മിലുള്ള ആ ഒരു സംസ്കാരവും ആ ഒരു കാര്യങ്ങളും നോക്കിക്കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് ഈ ഒരു കാലത്ത് വസൈ വിരാർ ഏരിയയിലാണെന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ കുടിയേറി പാർത്തത്. ബോംബെ ലിവിങ് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് വസൈയിലോട്ടായിരുന്നു ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 70-80 വർഷങ്ങൾക്ക് മുമ്പോട്ട് തന്നെ മലയാളി കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കല്യാണ്ട് മുമ്പിൽ വരും. ഇവിടെ ക്രിസ്ത്യൻസിന്റെ എല്ലാ സഭയ്ക്കും ഇവിടെ ചർച്ച ഉണ്ട്. ഹിന്ദു സംഘടനകളെല്ലാം ഉണ്ട്. SNDP, NSS, മന്ദിരസമിതി തുടങ്ങി വലിയൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ധാരാളം മലയാളികൾ ഇവിടെ ഉണ്ട്. എത്ര മലയാളികൾ ഉണ്ടാവും? എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു 80,000 തൊട്ട് 1,00,000 വരെ വസൈ താലൂക്കില് ഇപ്പോൾ മലയാളികളുണ്ട്. അതെ. അതിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ, അതായത് മഹാരാഷ്ട്രീയൻസും മറ്റുള്ളവരെല്ലാം എടുത്താൽ ഏകദേശം ഒരു 40-40% മഹാരാഷ്ട്രീയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ഒരു മിനി നമുക്കൊരു ഭാരതം ഈ ബോംബെയിലെ എല്ലായിടത്തും ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ സംസ്ഥാനക്കാരും ഇവിടെ ഉണ്ട്. പഞ്ചാബിയും ഉത്തരാഞ്ചലുകാരും എല്ലാ സ്റ്റേറ്റുകാരും ഈ സ്ഥലത്തുണ്ട്. പിന്നെ ഇതൊരു മിനി കേരളമല്ല, മിനി ഗോവ പോലൊരു സ്ഥലമാണ് വസൈ. ഇന്നും കള്ള് ചെത്തി ജീവിക്കുന്ന മലയാളികള് വസയിലുണ്ട്. അതാരും ഞാനത് എനിക്കറിയാം. കാരണം ഇവിടെ ഈ കള്ള് ചെന്നൊരു പ്രത്യേകത അറിയോ? അതായത് നാട്ടിലെ പോലെ ഈ മരത്തിൽ കയറി കള്ളി ചെത്തുകയല്ല, ഇവർ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു നിലയ്ക്ക് നടന്നാ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു കയറൊക്കെ അല്ലേ, മേളിലും നടക്കും, മേളിൽ പിടിച്ച് അപ്പുറത്ത് ചാടും. അതെ, അതിപ്പോഴും ഉണ്ടോ? മലയാളികൾ തന്നെ ഉണ്ട്. ഒരു കാലത്ത് 150-200 ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ മക്കളൊക്കെ പഠിച്ച് ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു 15ഓളം പേരുണ്ട് കള്ളി ചെത്തി ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ കൊറോണ സമയത്ത് ജീവൻ പണയം വെച്ച് വർക്ക് ചെയ്ത അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ മലയാളിയാണെങ്കിലും നമ്മൾ ഇവിടുത്തെ ആശാ വർക്കറും 500 ആശാ വർക്കറുണ്ട് വസൈ താലൂക്കില്. ഈ കോർപ്പറേഷന്റെ അണ്ടറിലുള്ള 250 ജില്ലാ പരിഷത്തിന്റെ അണ്ടർ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടർ, ഇവരെ കംപ്ലീറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഗെറ്റ് ടുഗദറും വന്നിട്ട് ഈ ഒരു സമ്മേളനത്തിൽ നമ്മുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ചിത്രാബാഗ് വന്നിരുന്നു. അവര് പോയി ദേവേന്ദ്ര ഫഡ്നവിസിനോട് പറഞ്ഞ് ഇവരുടെ 2,000 രൂപ പേയ്മെന്റ് ഇവരുടെ കൂട്ടി. അങ്ങനെ ഇവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാസങ്ങളോളം അവര് സ്ട്രൈക്കിലായിരുന്നു. ഓക്കെ, അവരൊക്കെ ഇപ്പം നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ജയിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആ സമയത്ത് കടകളൊക്കെ അടഞ്ഞു കിടന്നപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്, ഒരു പ്രാവശ്യം കൊടുത്ത് ഫോട്ടോ എടുക്കുന്ന പരിപാടിയല്ല, കണ്ടിന്യൂസ് ചെറിയ മിനി ടെമ്പോയിൽ സാധനങ്ങൾ നിറച്ച് അവർ താമസിക്കുന്ന ഇവിടെ സന്തോഷ് ഭവൻ എന്ന് പറഞ്ഞ കോളനിയുണ്ട്. ഇവരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി സുരേഷ് ഗോപി സാറിനെ വിളിച്ചൊരു പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ അടുത്ത്, അല്ലേ? അല്ല, അത് 2023 തോന്നുന്നു. നമ്മൾ ഈ വിഷുവിന്റെ സമയത്ത് സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ശരിക്കും എല്ലാ രാഷ്ട്രീയക്കാരും അവരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടന് പങ്കെടുത്ത് 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ അമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട്, കൊച്ചി വെച്ചിട്ട് ഒരു നവംബർ 1 ഇതുപോലെ തന്നെ ഒരു ഗെറ്റ് ടുഗദർ നടത്തി. അന്ന് അദ്ദേഹം അവിടെ 12 ലക്ഷം രൂപ സുരേഷ് ചേട്ടൻ ഇവരുടെ
സർജറിക്ക് വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു. അത് അമൃത ഹോസ്പിറ്റലിൽ ഡിപ്പോസിറ്റ് ചെയ്തു. കേരളമുള്ള ആൾക്കാരെ 10 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ 10 പേരുടെ സർജറി ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തു. ഇപ്പം ഈ ഓണത്തിന് അവിട്ടത്തിനൊന്ന് തിരുവനന്തപുരത്ത് വെച്ച് 3ാമത്തെ അപ്പം എൻ്റെ മനസ്സിൽ ഇത് മാത്രമല്ല, ശരിക്ക് ഇവരൊരു അവഗണിക്കപ്പെട്ട ഒരു സമൂഹമാണ്. കാര്യം ഇവർക്ക് വോട്ടുണ്ടോ ഇവിടെ? വോട്ടുണ്ട്, എല്ലാവർക്കും വോട്ടുണ്ട്. അപ്പം ഇവരെ ശരിക്കും മുഖ്യധാര കൊണ്ടുവരാനായിട്ട് ഇപ്പം സുരേഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്ന മോദിജിയെ കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചിട്ട് മൊത്തം ഭാരതത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും അവരുടെ സ്വയം തൊഴിൽ കണ്ടെത്താൻ. തീർച്ചയായും. കാരണം നമ്മൾ ഈ പാസ്പോർട്ടിലാണ് അവരുടെ പ്രശ്നം. കാരണം മെയിലുണ്ട്, ഫീമെയിൽ ഉണ്ട്, ഇതിനിടയ്ക്ക് ഒരു പേരില്ല. അതുകൊണ്ടാണ് അവർക്ക് പാസ്പോർട്ട് കിട്ടാത്തത്. അത് ശരി. അപ്പൊ ഇതെന്തായാലും സുരേഷ് ഏട്ടൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം അതിനുവേണ്ടി എല്ലാം കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് ഭാരതം മുഴുവനുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് തുടക്കം ഇവിടെ നിന്നാണ്. അതെ അതെ. उत्तम सर को 2014 से काम साथ में शुरू किया मैंने, लेकिन मैं उनको जानता हूँ पहले से. वसई में बीजेपी को खड़ा करने में, वसई को बीजेपी को पिलर देने में उनका बहुत बड़ा योगदान है. जब यहाँ पे कोई काम नहीं करता था तब 3-4 जन उत्तम जी के साथ झंडा लेके खड़े रहते थे. मेरे हिसाब से कोई 30 साल से वो लोग कर रहे हैं. यस सर, यस सर. तो उनके बारे में मेरे को इतना पता है कि यहाँ पे जो भी है, जैसे कि प्राइमरी है हेल्थ सेंटर है यहाँ पे, नगर मतलब यहाँ का जो लोकल हॉस्पिटल है, वहाँ पे उनको जो भी लगता है हेल्प वो करते हैं हमेशा. वो मैं देखते आ रहा हूँ, मैं उनके साथ खुद जाता था वहाँ पे. कोरोना में भी उन्होंने बहुत वहाँ पे सब दिया जो चाहिए उनको, डॉक्टर्स लोग को किट, ग्लव्स, मास्क, जो भी है. कोरोना के टाइम बहुत काम किया. हाँ, फिर कोरोना में पब्लिक को भी बहुत हेल्प किया उन्होंने. जैसे किसी को हॉस्पिटल में ये नहीं मिल रहा है बेड, तो उनको वहाँ पे वो उसको ये करके देते थे, मतलब सिस्टम अरेंज करके देते थे. कुछ किसी को इशू है कुछ और, वो टाइम पे वो भी करके दिया उन्होंने. ये सब आप कर रहे थे क्या पूरा इलेक्शन में? सब इलेक्शन का काम जो अभी हम मतलब सबको डिवाइड किया गया है कि तुमको ये संभालना है, ये संभालना है, तो यादी के ऊपर हम काम करते हैं. हमको सबको एक अलग अलग पोस्ट दिया गया है. मैं जैसे शक्ति केंद्र प्रमुख हूँ मेरे वार्ड से. अच्छा, okay. तो वही सब देख रहे थे. यादी आज ही आई है तो हम उस पर काम कर रहे थे. उधर का पूरा लेडीज लोग आगे है. लेडीज भी बोल सकते हैं, जेंट्स भी बोल सकते हैं, और मैं दिल से काम कर रही हूँ. ഈ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മലയാളിയെ ഉള്ളൂ. ഈ മഹാരാഷ്ട്രയിലെ ബിജെപി മുനിസിപ്പൽ ഇലക്ഷൻ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വസായിന്ന് ഉത്തം കുമാർ മാത്രമേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മലയാളികൾ വർക്ക് ചെയ്യാണ്. മാക്സിമം ജയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യണം. രാത്രിയും പകലും മൂന്ന് ഉറക്കം ഉപേക്ഷിച്ചിട്ട് ശരിക്കും വർക്ക് ചെയ്യാണ്. അതെന്ന് പറഞ്ഞാൽ സുരേഷ് ഏറ്റെടുത്തു പറഞ്ഞാൽ എടുത്തു എന്നുള്ളതാണ്. എന്നതുപോലെ വസായി ബന്ധിക്കാലും നമ്മുടെ ഉത്തം ചേട്ടൻ എടുക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എവിടെയും പ്രാർത്ഥന. അങ്ങനെ ആവണമെന്ന് ഞങ്ങളും ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ചേട്ടാ. ഈ ചൂടിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്തൊരു 10-12 കോൺഗ്രസിലെ ആൾക്കാർ 12 കോൺഗ്രസിലെ കൗൺസിലർമാര് ബിജെപിയിലോട്ട് മാറിയിട്ടുണ്ട്. കാവ്യമായാണ്. ഇനി ഒരുപാട് വരാൻ കിടക്കുന്നുള്ളൂ. എന്തൊക്കെയാലും നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി നമുക്കൊന്ന് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയിലേക്ക് എത്താം. മഹാ കൈകൊട്ടികളി കാണാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദക്തരി ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. നമസ്കാരം, സ്വാഗതം. ഇപ്പോൾ ഞാൻ ഉള്ളത് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയിലാണ്. അല്ലെ, മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെ. ഒരാളുടെ കൈ മറ്റൊരാൾക്ക് താളമാകുന്ന ഒരു നയന മനോഹരമായ വിസ്മയത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇതൊരു ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ്. മെഗാ കൈകൊട്ടിക്കളി. എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് വിജയ? ഇപ്പോ 9 വർഷമായിട്ട് നമ്മൾ തിരുവാതിരയുടെ ഇതുണ്ട്. പക്ഷെ 4 വർഷമായിട്ട് മെഗാ ലെവലില് ഇവിടെ ഇതേ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ CMSന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നു. എന്താണ് അടുത്തൊരു പ്ലാൻ?
അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിംപ്രി ചിഞ്ചുവാഡിലെ സമാജങ്ങളെ മാത്രമാണ് നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എത്ര സമാജങ്ങളുണ്ട്? 9 സമാജങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ചില പരിപാടികളായിട്ട് ക്ലാഷ് ആയത് കാരണം 2 സമാജങ്ങൾ ഇത്തവണ ഇല്ല. 7 സമാജങ്ങളാണ് ഈ വർഷമുള്ളത്. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ 8 സമാജങ്ങളുണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനെ ഡിസ്ട്രിക്റ്റിലെ മറ്റുള്ള സമാജങ്ങളും ഉണ്ടല്ലോ, ഏതാണ്ട് ഏകദേശം എത്ര സമാജങ്ങളുണ്ടാവും? 30 സമാജങ്ങളോളം ഉണ്ട്. 30 സമാജങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. കാരണം നമ്മളിത് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു ഗിന്നസ് റെക്കോർഡിന് പോയത്, അറിയുമോ? അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് ചെയ്യാം. ചെയ്യാന്നല്ല, ചെയ്യണം അല്ലേ? അതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ഒരു ഇന്നത്തെ ഈ കൈകൊട്ടിക്കളിയിൽ? ഇന്നത്തെ കൈകൊട്ടിക്കളിയിൽ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് കുറവാണ്. അങ്കിൾ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ നമ്മൾ 220 ഉണ്ടായിരുന്നു. ഇത്തവണ അത് 160, 170 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. അല്ല, 2-3 സമാജങ്ങളുടെ അവരുടെ പരിപാടികൾ അവിടെ ഉള്ളതുകൊണ്ട് ഒരു ക്ലാഷ് ആയി എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ആ സമാജങ്ങൾ ഇത്തവണ വന്നിട്ടില്ല. അതിന്റെ പേരിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളതാണ്. അങ്ങനെയല്ലേ? ഈ കൈകൊട്ടിക്കളിയും അല്ലെങ്കിൽ തിരുവാതിരകളിയും രണ്ടും ഒന്നാണോ രണ്ടാണോ? പ്രകാശ്, രണ്ടും ഒന്ന് തന്നെയാണ്. തിരുവാതിര നാളില് കൈകൊട്ടി കളിക്കുന്ന ആ ഒരു ഡാൻസിന് തിരുവാതിര കളി അഥവാ കൈകൊട്ടിക്കളി എന്ന് പറയും. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ കൈകൊട്ടിക്കളി. തിരുവാതിര നാളില് ചെയ്യുന്നതുകൊണ്ട് തിരുവാതിര. പൊതുവെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും കൈകൊട്ടിക്കളി വേറെയാണ്. കാരണം ഇത് നമ്മുടെ തറവാട്ടുകളിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത് ബ്ലൗസ് അല്ലെങ്കിൽ ചെരിപ്പിടാതെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ? അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഇന്നിപ്പം അതിന്റെ വേഷവിധാനങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. അവർക്ക് എന്താ പറയാ, കോസ്റ്റ്യൂംസിൽ മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റം. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. നമ്മൾ കേരള ട്രഡീഷണൽ സെറ്റും കൊണ്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ അല്ലേ? പണ്ട് തിരുവാതിര ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയാണ്. നേരത്തെ പണ്ടൊക്കെ തറവാട്ട് മുറ്റത്ത് ചെയ്യുമ്പോ ഉണ്ടല്ലോ ഈ വേഷ്ടിയും അതുപോലെ മുണ്ടും വേഷ്ടിയും. പക്ഷെ കള്ളിമുണ്ടൊക്കെ അതൊക്കെ വളരെ പ്രാചീനമായിട്ടുള്ള ഒരു കാലത്തേക്ക്. കാരണം ഇത് പറയുന്നത് ഇതൊരു 10ാം നൂറ്റാണ്ടിലാണ്. ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് പറഞ്ഞല്ലേ, 10ാം നൂറ്റാണ്ടിന് ഒരു തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. അതായത് കവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മൾ കൂടുതൽ ചരിത്രത്തിലേക്ക് കിടക്കുന്നത്, നമുക്ക് തിരിച്ചിലേക്ക് വന്നാൽ എത്ര പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടാവാം ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് പോകാൻ ഒരു പരിപാടി? ഗിന്നസ് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേഡിയത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കോർഡിനേറ്റേഴ്സും ഇതിപ്പോൾ ഒരു ടീം വർക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് 500 1000 നമുക്ക് 500 എന്തായാലും CMS വിചാരിച്ചാൽ ഒരു 500 പേരെ സംഘടിപ്പിക്കാൻ തീർച്ചയായിട്ടും പറ്റും. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ചലഞ്ച് അത് തന്നെയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിംപ്രി ചിഞ്ചുവാഡിൽ തന്നെ ലിമിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിനപ്പുറത്തേക്ക് പൂനെയിലുള്ള സമാജങ്ങളെ ഇവിടെ അക്കോമഡേറ്റ് ആവില്ല. ഇവിടെ മാക്സിമം ഒരു 300 പേര് കൂടുതൽ. നമുക്ക് ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട് പൂനെയിൽ. അല്ല, അതിന് ചെയ്യാം നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഔട്ട് ഓഫ് ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പുറത്തേക്ക്. കാരണം 1500 പേരെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 7 സമാജങ്ങളുണ്ട്. 30 സമാജങ്ങൾ ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 1500 ഒക്കെ ആക്കാം. നമ്മളോട് CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂനെയിലെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ലീഡ് ഓർഗനൈസേഷൻ ആയിട്ട് എല്ലാവരും അത് മാനിക്കുന്നുണ്ട്. നമ്മളുടെ ഒപ്പം എല്ലാവരും നമ്മളുടെ ഏത് പരിപാടിക്കും എല്ലാവരും സഹകരിക്കാനും തയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് അടുത്ത ഒരു ലെവലിലേക്ക് അത് ചെയ്യണം. ഇവരെല്ലാവരും ഈ ജോലിക്കാരും ഇവരെ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമാണ്. ഇവരെയൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ടെൻഷൻ ഇല്ല. കാരണം എല്ലാവരും ജോലിയുടെ ഒരു സ്ട്രെസ് മാറ്റാനായിട്ട് ഇത് നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു പ്രത്യേക സമയമൊക്കെ ഉണ്ട്. ഇന്ന സമയത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ 2-3 സെഷൻ ആയിട്ടാണ് പ്രാക്ടീസ് സെഷൻ വരുന്നത്. അല്ലല്ല, നമ്മൾ മോർണിംഗ് ഒരു സെഷൻ ഉണ്ടായിരിക്കും, ഈവനിങ് ഒരു സെഷൻ. ഇല്ല, നമ്മളെന്താ പ്ലാൻ ചെയ്യാറില്ലെങ്കിൽ CMS ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ വീഡിയോ എടുക്കും. എന്നിട്ട് ഇവിടെ ഇപ്പൊ നമ്മൾ 6 സമാജമാണ് ഇത്തവണ ഉള്ളത്. ഈ 6 സമാജംസിനും നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യും. എന്നിട്ട് ആ സമാജംസ് അവരുടെ
ആൾക്കാരുടെ കൂടെ അവിടെ അത് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ CMSൽ വന്ന പ്രോഗ്രാമിൻ്റെ 1 വീക്ക് മുമ്പ് നമ്മളിവിടെ ഒരു ഫൈനൽ റിഹേഴ്സൽ ഉണ്ടായിരിക്കും. ലാസ്റ്റ് സൺഡേ ഇവിടെ ഫൈനൽ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയാലും കേരളത്തിന് വെളിയിലെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു പൂനെയിൽ ഏകദേശം 5 ലക്ഷത്തിലും അധികം മലയാളികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കേരളം എന്ന പദം വിശ്വപൗരം എന്ന തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ. ഒരു ചെറിയ ഇടവേള കൃഷി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി ഹലോ മുംബൈ. പരിപാടി എക്സലൻ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി പോയി വരാൻ, പക്ഷേ വാട്ട് ഐ എക്സ്പെക്റ്റഡ് മോർ ദാൻ ദാറ്റ് ഐ റിസീവ്ഡ്. ഈ നമ്മുടെ ഈ കലകളൊക്കെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാന്നുള്ളതാണല്ലേ. അതുപോലെ എനിക്കൊന്നൊരു കലാമന്ദിർ തുടങ്ങിയിട്ടുണ്ടല്ലേ. രണ്ട് ഉദ്ദേശമാണ്. അതായത് കലാമന്ദിർ എന്നറിയുന്നത് നമ്മുടെ നാടൻ കലകൾ ഉൾപ്പെടെ ക്ലാസിക്കലും അതുമാതിരി തന്നെ നാടൻ കലകളും എല്ലാ കലകളും പഠിപ്പിക്കുക. അതിൽ വാദ്യകലയുണ്ട്, സംഗീതമുണ്ട്, ക്ലാസിക്കൽ കലകളെല്ലാം ഉണ്ട്. അത് പഠിപ്പിക്കുക എന്നുള്ളത് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കലാവേദി. പലയിടത്തും ഈ അക്കാഡമികളും ഉണ്ടാവും, പക്ഷെ അവിടെ പഠിച്ചു പോവും. അവർക്ക് പിന്നെ പെർഫോം ചെയ്യാനുള്ള അവസരം പലപ്പോഴും കിട്ടാറില്ല. CMSനെ സംബന്ധിച്ചുള്ള ഒരു നേട്ടം എന്താണെന്ന് വിചാരിച്ചാൽ പഠിച്ച വിദ്യ ഇവിടെ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പുതിയ തലമുറ ഇതിലേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം അല്ലേ. ഏകദേശം പുതിയ തലമുറയിൽ നിന്ന് എത്ര പേരുണ്ടാവും? ഓൾമോസ്റ്റ് ഒരു ഇപ്പം നിലവിലൊരു 10-35-40 പേരുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കമ്മിറ്റിയിൽ മാത്രം അല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിസിപ്പന്റ് എത്ര പേരുള്ള പാർട്ടിസിപ്പൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 50-60 പേരോളം ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ പറയണ്ടായി, ഞാൻ കണ്ടപ്പോൾ ഇവിടെ കൂടുതലും പെൺകുട്ടികളുണ്ട്, പക്ഷെ ആൺകുട്ടികളില്ല. അതെന്ത് പറ്റി? ആൺകുട്ടികളെ സംബന്ധിച്ച് പറയണമെങ്കിലുള്ളൂ ഇപ്പോഴത്തെ സിനോറിയയിലെ അവർക്ക് അവരുടെ സമയം സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ദേ വാണ്ട് ടു എൻജോയ് ദർ ലൈഫ്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അച്ഛനമ്മമാരുടെ കൂടെ ഉള്ള കുട്ടികൾ അവർ അച്ഛനമ്മമാർ എന്ത് ചെയ്യണു, കൾച്ചറൽ അസോസിയേഷനിലെ സംസ്കാര പ്രസ്ഥാനത്തിലായാലും ആ കുട്ടികൾ അമ്മയുടെ അച്ഛനും കൂടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആൺകുട്ടികൾ ചെയ്യില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ആൺകുട്ടികൾക്ക് അവർ പ്രയോറിറ്റീസ് ആർ ഡിഫറെന്റ്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ആൺകുട്ടികൾ ഇതിലേക്ക് വരികയാണെങ്കിൽ മീശം താടിയൊക്കെ വെച്ച് അവർ നാളെ കൈകൊട്ടിക്കളി കളിക്കുകയാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? അതെ, ബിക്കോസ് അക്സെപ്റ്റ് ചെയ്യുമോ? 100%. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ? തീർച്ചയായും ചെയ്യുന്നുണ്ട്. ഇവിടെ CMSനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ പല സംരംഭങ്ങൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. പല പ്രോഗ്രാംസിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളാണ്. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എത്തുക എന്നുള്ള. പക്ഷെ പുരുഷന്മാര് അവർക്ക് വേണ്ട ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇതേ സ്ട്രാറ്റജി വെച്ചിട്ട് എന്തുകൊണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ കൂടെ ഒരു കൈകൊട്ടി കളിച്ചുകൂടാ ഒരു ബ്രെയിൻ സ്റ്റോം സെഷൻ നടത്തി ഞങ്ങളുടെ അസോസിയേഷനിൽ. ആ ഓണ പ്രോഗ്രാമിന് ആൺകുട്ടികൾ ചാലഞ്ച് ചെയ്തു, ഞങ്ങളും കളിക്കും പെൺകുട്ടികളുടെ കൂടെ. എന്നിട്ട് വലിയൊരു മെഗാ പ്രോഗ്രാം തിരുവാതിര നടത്തിയപ്പോൾ അവിടെ. ഓക്കെ, ഇതൊരു ലാസ്യ ഭാവത്തിൽപ്പെട്ട ചൂടുകളല്ലേ. അപ്പൊ ആൺകുട്ടികൾ അത് കളിക്കുമ്പം കുഴപ്പമില്ല, ഒട്ടും കുഴപ്പമില്ല. ഒരിക്കലും കുഴപ്പമില്ല. വളരെ സക്സസ് ആയിരുന്നു അത് പ്രോഗ്രാം. അപ്പൊ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ ഒരു നാളേക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കാം. എന്താ കണ്ടല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം ആൺകുട്ടികളും ഉണ്ടാവും.
പരിപാടി 3-4 കൊല്ലമായിട്ട് ഇവിടെ CMS നടത്തണമല്ലേ, നല്ലതാണ്. തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ കാത്തിരിക്കും CMSന്റെ മെഗാ തിരുവാതിര കാണാൻ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് നല്ലോണം തിരുവാതിര സെലിബ്രേറ്റ് ചെയ്തൊരു നാട്ടിൽ നിന്നാണ് വരണത്. അപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയും കൂടെയാണ് ഇത് കാണുമ്പോൾ. പൂത്തിരുവാതിര പിന്നെ കളിയൊക്കെ ഉണ്ടായിരുന്ന നാട്ടിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരണത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഒരു പുത്തൻ തിരുവാതിര? അതിൽ നിന്നാണ് തുടക്കം അല്ലേ? എന്തായിരുന്നു ഈ പുത്തൻ തിരുവാതിര? ആക്ച്വലി ഞാൻ കേട്ടിരിക്കുന്നത് പുത്തൻ തിരുവാതിര എന്ന് പറഞ്ഞാൽ പുതിയതായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൺകുട്ടിയും പെൺകുട്ടിയും, അതായത് വധുവരന്മാരെ ഇരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പുത്തൻ തിരുവാതിര. അതിനെ പൂത്തിരുവാതിര എന്നും പറയും. ഇതിനകത്തേക്ക് അവര് ചില റിച്വൽസ് ഫോളോ ചെയ്യുന്നുണ്ട്. ദശപുഷ്പങ്ങൾ ചൂടുകയും അതിനുശേഷം തിരുവാതിരക്കളി ആരംഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ പ്രാവശ്യവും കല്യാണം കഴിച്ച ഒരാളുണ്ടാവും അല്ലേ? എല്ലാ വർഷവും കല്യാണം കഴിച്ച ആളാണോ? അതെ, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പൊ ഞാനൊക്കെ ഇരുന്നിരുന്നു ഈ പൂതിരാതിരയ്ക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇയർ എന്റെ ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു ഇരിക്കാനായിട്ട്. അപ്പം ഞങ്ങൾക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഞങ്ങൾ പൂനെയിൽ വന്ന് താമസിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി, പക്ഷേ ഈ ട്രഡീഷനൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വേദി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന CMSന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ അത് ബാല്യവും കൗമാരവും യൗവനവും അങ്ങനെ തലമുറകളുടെ ഒരു യാത്രയായിരുന്നു. അതിനുശേഷം പുഴുക്കും കഴിച്ചാണ് ഏവരും മടങ്ങിയത്. ഇന്നത്തെ ഈ മെഗാ തിരുവാതിരയിൽ ഒരുപാട് സ്റ്റുഡൻസ് താങ്കളുടെ ആണെന്നാ തോന്നുന്നു അല്ലേ? കുറേയൊക്കെ ഉണ്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എനിക്കൊരു 450 കുട്ടികൾ. 450 സ്റ്റുഡൻസ്. എന്ത് പഠിക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം? ആ ക്ലാസിക്കൽ ഡാൻസ് ആണോ അതോ ഈ അടിച്ചുപൊളി സംഭവങ്ങളാണോ? ക്ലാസിക്കൽ ഡാൻസ് ഒരുപാട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫ് ആയത് കാരണം കൊണ്ട് സിനിമാറ്റിക് ടൈപ്പ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, കൂടുതലും എനിക്ക് തോന്നുന്നു ഈ സമാജങ്ങളിലും അങ്ങനെയുള്ളതാണ് ഈ പ്രോഗ്രാമുകളല്ലേ. ഓണാഘോഷത്തിലാണ് ഏറ്റവും കൂടുതൽ. അല്ല, ഓണാഘോഷം മാത്രമല്ല, വേറെ കുറെ ഇവന്റ്സും ഉണ്ട് എല്ലാം സമാജത്തിൽ. ഇതിൽ കൂടുതൽ മഹാരാഷ്ട്രൻസ് വരുന്നുണ്ടോ പഠിക്കാൻ വേണ്ടി? ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രീയൻസ് ആണ്. അതല്ലേ, എന്താണ് അങ്ങനെ ഒരു മാറ്റം? അത് അവര് എനിക്ക് തോന്നുന്നു സർട്ടിഫൈഡ് കോഴ്സിന് എപ്പോഴും അവര് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് സർട്ടിഫൈഡ്. അപ്പൊ അവർ ഈ കൈകൊട്ടി കളി കളിക്കുന്നത്, അവർക്ക് ഈ താളവും ഈ ഇതൊക്കെ അറിയാം അല്ലേ? നമുക്ക് ഒരു മഹാരാഷ്ട്രൻസിനെ മാത്രം വെച്ച് ഓണം ചെയ്താലോ? തീർച്ചയായിട്ടും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ബേസ് ഓൾറെഡി ഉണ്ട്. ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ബേസ് ഉള്ളവർക്ക്. മഹാരാഷ്ട്രൻസിന്റെ ഒരു പ്രത്യേക ഡാൻസ് ഉണ്ടല്ലോ, അത് നമ്മള് മലയാളികൾ പഠിക്കുന്നുണ്ടോ? ലാവണി ഒരു നമ്മൾ ക്ലാസിക്കൽ ആർട്ട് ഫോം പോലെ പഠിക്കാറില്ല. പക്ഷെ അത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നവര് ഇഷ്ടം പോലെ ഗോകുലത്തിലിങ്ങൊരു ബാലനിങ്ങോടി കളിക്കുന്നുണ്ടേ, ഗോപികമാരെല്ലാരും അവനോട്ടു കൂടെ കളിക്കുന്നുണ്ടേ. ഗോകുലത്തിലിങ്ങൊരു ബാലനിങ്ങോടി കളിക്കുന്നുണ്ടേ, ഗോപികമാരെല്ലാരും അവനൊത്തുകൂടെ കളിക്കുന്നുണ്ടേ, കൂടെ കളിക്കുന്നുണ്ടേ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അല്ലെ? അതെ. ജനുവരി 15 ഒരു പ്രത്യേകത ഉണ്ടല്ലോ ചേട്ടാ. അതെ, BMCയുടെ ഇലക്ഷൻ ആണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അന്ന് 15-ാം തീയതി BMC വോട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എഴുതാനും നിങ്ങൾ മറക്കരുത്. thehello.mumbai@gmail.com. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. Till then, take care and bye-bye. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ.